ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാനൊരു അടിപൊളി സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ അയച്ചു തന്നൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കേട്ടാലോ? ചേച്ചി വേഗം വാ, ദീപാരാധനയ്ക്ക് സമയമാകും. എന്തൊരു ഒരുക്കാണ് ഈ ചേച്ചി. ദേ വരുന്നു മനുക്കുട്ട. കുറച്ചു നേരം കൂടി മുറിയിൽ നിന്നും ചേച്ചി വിളിച്ചു പറഞ്ഞു. പിന്നെ ചേച്ചി മുറിക്ക് പുറത്തിറങ്ങി. ഹായ്, അടിപൊളിയായിട്ടുണ്ടല്ലോ ചേച്ചി. പോടാ, കളിയാക്കാതെ. അല്ല, സത്യം ചേച്ചി. എന്നാ വാ പോകാം. അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ മോനെ. അങ്ങനെ ഞാനും ചേച്ചിയും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ മനു. ഗൾഫിൽ നിന്നും ഇന്നലെ വന്നേ ഉള്ളൂ. ഇതെൻ്റെ ചേച്ചി സുമ. എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. ഒന്ന് സുമയും പിന്നെ രമയും. മൂത്ത ചേച്ചിയാണ് സുമ. രമ ചേച്ചി കല്യാണം കഴിച്ചു വിട്ടു. സുമ ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞിട്ട് പാവം വീട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതു വരുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ പ്രമോദിനെ കാണുന്നത്. എടാ അളിയ മനു, പ്രമോദ് എന്നെ വിളിച്ചു. എന്തൊക്കെ ഉണ്ടടാ വിശേഷം? അവൻ എന്നോട് ചോദിച്ചു. സുഖം തന്നെ. ഇപ്പോൾ എവിടെ അളിയാ നീ? ഞാൻ പറഞ്ഞു, ദുബായിലാണടാ. ആണോ? എപ്പോൾ കല്യാണം കഴിഞ്ഞു? ചേച്ചിയെ നോക്കിയാണ് അവനത് ചോദിച്ചത്. അത് പിന്നെ ഇത് വേണ്ട ഒന്നും പറയണ്ട മനു. നീ ആരോടും പറയാതെ നീ കല്യാണം കഴിച്ച് അല്ലേടാ? മോനെ, നിന്നെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. എടാ, അത് പിന്നെ ഇത് ഏതു മോനെ? എങ്ങനെ? നീ അപ്പോൾ പണ്ട് പറഞ്ഞിരുന്ന നിൻ്റെ ലൈൻ ഇതാണല്ലേ? ചേച്ചിയെ ചൂണ്ടി അവൻ പറഞ്ഞു. ഡാ പ്രമോദേ, നീ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ഇനി എന്ത് കേൾക്കാം മോനെ? ഞാൻ നമ്മുടെ ഗ്രൂപ്പിനെ എല്ലാം അറിയിക്കട്ടെട്ടാ. നിനക്കുള്ള പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഞാനും ചേച്ചിയും അമ്പലത്തിൽ നിന്നും തൊഴുത് വീട്ടിലെത്തി. വൈകിട്ട് ഞാൻ വാട്സാപ്പ് നോക്കിയപ്പോഴാണ് കാണുന്നത്, പ്രമോദ് എന്നെ കോളേജ് ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പരിഭവം ഞാൻ കല്യാണം വിളിക്കാത്തതിൽ. പിന്നെ അടുത്ത സൺഡേ ഞങ്ങളുടെ ബാച്ചിലെ കൂട്ടുകാരുടെ ഒത്തുചേരലുണ്ടെന്നും അതിൽ പറഞ്ഞു. എന്നെ എല്ലാവരും വിളിച്ച് വിഷു പറഞ്ഞു. വൈഫായിട്ട് സൺഡേ ചെല്ലാനും പറഞ്ഞു. പിന്നെ കുറച്ചു നേരം ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. എന്തായാലും സൺഡേ പോകാം, അപ്പോൾ അവർക്കൊരു പണിയും കൊടുക്കാമല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഈ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി വേണ്ട എന്ന് പറഞ്ഞു. സാരമില്ല ചേച്ചി, കുറച്ചു നേരം നമ്മൾ ഭാര്യയും ഭർത്താവും പോലെ അഭിനയിക്കുന്നു, അത്രമാത്രം. ഡാ, പൊല്ലാപ്പാകുവോ? എന്ത് പൊല്ലാപ്പ് ചേച്ചി? ഒരു പൊല്ലാപ്പും ഇല്ല. നമ്മൾ അവിടെ പോകുന്നു, ഞാൻ ചേച്ചിയെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. എന്തേലും ഫുഡുണ്ടാകും, അവിടെ അത് കഴിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുന്നു, അത്ര തന്നെ. അപ്പോൾ ഓക്കെ അല്ലേ ചേച്ചി? എന്നാലും എനിക്കൊരു പേടി. എന്നാലും അവരെ ഇങ്ങനെ പറ്റിക്കണോ? ഞാൻ എത്ര നേരം സത്യം പറയാൻ വന്നതാ പ്രമോദ്. അവൻ സമ്മതിക്കാതിരുന്ന കൊണ്ടല്ലേ. പിന്നെ അവൻ ഗസ് ചെയ്തു നമ്മൾ ഭാര്യയും ഭർത്താവും ആണെന്ന്. അപ്പോൾ ചെറിയൊരു പണി. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലല്ലോ ചേച്ചി. ഓക്കെ ഡാ, എന്നാലും ഒരെന്നാലും ഇല്ല. അങ്ങനെ സൺഡേ ആയി. ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ എല്ലാവരെയും ഞങ്ങൾ പരിചയപ്പെട്ടു. പ്രമോദ് എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും നീണ്ട നാളുകൾക്ക് ശേഷം കൂടിച്ചേരുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചില ടാസ്കുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരായ നമ്മൾ അതിലെല്ലാം പങ്കെടുത്തിട്ട് പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ? ടാസ്ക് 1, ചെറിയ ഓട്ട മത്സരം. ആദ്യം എത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സമ്മാനം. ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? അതെ, എല്ലാവരും ഉറച്ച് വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അങ്ങനെ ഓട്ട മത്സരം കഴിഞ്ഞു. അതിൽ പ്രമോദും ഭാര്യയും വിജയിച്ചു. ഇനി ടാസ്ക് 2. അടുത്ത മത്സരം ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു പ്രത്യേക മത്സരമാണ്. പണ്ട് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അന്നതൊരു കോളിളക്കം ഉണ്ടാക്കിയതാണ്. നമ്മളതിവിടെ ഇന്ന് പുനരാരംഭിക്കുന്നു. ഈ മത്സരത്തിൽ ആരും മൊബൈൽ ക്യാമറ ഉപയോഗിക്കരുത്. നമ്മുടെ പ്രൈവസിയാണിത്.
പ്രമോദ് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ആർക്കും ആകാംക്ഷ വേണ്ട, ഞാൻ പറയല്ല. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന്? ഇല്ല എന്നെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. എന്നാ ഞാൻ പറയട്ടെ? പറ. എന്നാ പറയട്ടെ. ചുംബന മത്സരമാണ് ടാസ്ക് 2. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ചുംബന മത്സരം കൂടുതൽ നേരം ആരാണോ ചുംബിച്ച് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് സമ്മാനം. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. വീണ്ടും എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ റെഡിയാണ്. ഡബിൾ ഓക്കെ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. മനുവും സുമയും ഇത് കേട്ടിട്ട് മുഖത്തോട് മുഖം നോക്കി. ഞങ്ങളുടെ കള്ളി പൊളിയുമോ? സുമ അവനെ വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു. എടാ, ഇതെന്തോന്നാണടാ, എനിക്കൊട്ടും വയ്യാട്ടാ. സാരമില്ല ചേച്ചി, നമുക്ക് കുറച്ച് നേരം അഭിനയിക്കാമെന്ന്. അല്ലേൽ നമ്മുടെ കള്ളി പൊളിയും ചേച്ചി. പ്ലീസ് ചേച്ചി. ഈ ചെക്കൻ എന്നാലും നമ്മൾ പെട്ടുപോയില്ലേ ചേച്ചി. ഇനി ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയോ? എന്താ അവിടെ രണ്ടുപേരും കുശുകുശിക്കുന്നത്? ഇവരുടെ കുശുകുശുപ്പ് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചു. എന്താ മനു, നിനക്ക് ചമ്മലാണോ? ഏയ് ഇല്ല, എനിക്ക് ചമ്മലൊന്നുമില്ല. വിക്കി അവൻ പറഞ്ഞു. എടാ മനു, എനിക്ക് ചമ്മലാവുന്നുണ്ട് കേട്ടോ, ചേച്ചി അവൻ്റെ ചെവിയിൽ പറഞ്ഞു. സാരമില്ല ചേച്ചി ഒന്നും മിണ്ടാതിരിക്കേ. അപ്പോൾ റെഡി, സ്റ്റാർട്ട്. ഓക്കെ. എല്ലാവരും ചുംബിക്കാൻ തുടങ്ങി. ഇത് മനുവും ചേച്ചിയും ഒളി കണ്ടിട്ട് നോക്കി. കണ്ടോ ചേച്ചി എല്ലാവരും ചുംബിക്കുന്നത്? ഇതിലാര് ഫസ്റ്റ് അടിക്കുവോ ആവോ? മനു പറഞ്ഞു. അവർ പരസ്പരം നോക്കി. മനുവും ചേച്ചിയും. പിന്നെ അവർ പരസ്പരം ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് സുമയുടെ ചുണ്ടിൽ ചുംബിച്ചു. ഏകദേശം 15 മിനിറ്റോളം അവർ ചുംബിച്ച് നിന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ചുംബന മത്സരം കഴിഞ്ഞു. ഈ മത്സരത്തിൽ സമ്മാനം നേടിയത് ആരാണെന്ന് അറിയോ ആർക്കെങ്കിലും? എല്ലാവരും പരസ്പരം നോക്കി. അതാരായിരിക്കും? നിങ്ങൾ പറ. അറിയില്ല എന്ന ഭാവത്തിൽ എല്ലാവരും കൈമലർത്തി. നമുക്കിടയിലെ പുതുമോടികൾ. ഇപ്പോൾ മനസ്സിലായോ ആ ജോഡിയെ? എല്ലാവരും ഉച്ചയിൽ പറഞ്ഞു. ആ എന്നാ ആരാ അത്? അത് നമ്മുടെ മനു. മനുവും സുമയുമാണ് ഈ മത്സരത്തിലെ വിജയികൾ. അത് കേട്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാസ്ക്. ഓക്കെ. എല്ലാവരും ഉച്ചയിൽ പറഞ്ഞു. ഇനി നമ്മുടെ ഭാര്യമാരെ നമ്മൾ തോളിൽ കയറ്റി മെല്ലെ നടക്കണം. ഓക്കെ. നടന്നിട്ട് ആദ്യം ആ ദൂരത്തിലെത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രൈസ്. ഓക്കെ, റെഡി? ഡാ മനു, നീ എന്നെ പൊക്കുവോ? അതിനെന്താ ചേച്ചിക്ക് അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടോ? നിന്റെ നടു ഒടിയുവോ? അപ്പോൾ എല്ലാവരും ഭർത്താക്കന്മാരുടെ തോളിൽ കയറിക്കോ. അങ്ങനെ സുമ മനുവിൻ്റെ തോളിൽ കയറിയിരുന്നു. പിന്നെ സ്പീഡിൽ നടന്നു. ചിലർ വഴിക്ക് വെച്ച് വീണു. മനുവും സുമയുമായി വിജയികൾ. കൂട്ടുകാരെ, നമ്മുടെ എല്ലാ ടാസ്കും ഇപ്പോൾ അവസാനിച്ചു. ഇതിൽ 2 ടാസ്കിൽ വിജയിച്ച സുമയും മനുവാണ് വിജയികൾ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അത് കേട്ടിട്ട് എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാവർക്കും പിരിയാം. എല്ലാ ദമ്പതിമാർക്കും ഭാവുകങ്ങൾ. പ്രത്യേകിച്ച് പുതുമോടികളായ മനുവിനും സുമയ്ക്കും. മനുവും സുമയും തിരികെ വീട്ടിലെത്തി. സമാധാനമായി. ഇങ്ങനുണ്ടോ അഭിനയം? സുമ പറഞ്ഞു. ഇതൊക്കെ ഒരു രസമല്ലേ ചേച്ചി? അവർ വിചാരിച്ച് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. ഒരു ചെറിയ പണി. ഉവ്വ്, നിൻ്റെ ഒരു പണി. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ചേച്ചിയുടെ കൂട്ടുകാരി സുഹറ ഇത്ത ചേച്ചിയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ചേച്ചി ഇത്തയും കൂടെ ചേച്ചിയുടെ മുറിയിലേക്ക് പോയി. കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ മുറിക്ക് സമീപം എത്തിയപ്പോൾ ചേച്ചിയുടെയും സുഹറായിത്തയുടെയും അടക്കിപ്പിടിച്ച സംസാരം കേൾക്കാം. ഇത്ത പോയിട്ടില്ല. അകത്തൊരു അടക്കിപ്പിടിച്ച സംസാരവും ചിരിയും. വാതിൽ പാതി ചാരിയിട്ടേ ഉള്ളൂ. ഒന്ന് പോ സുഹറ, നീ എന്തൊക്കെയാ പറയണേ? അവൻ എൻ്റെ അനിയനാ, ഞാൻ അവൻ്റെ ചേച്ചിയും. അതൊക്കെ ശരിയാ, പക്ഷേ അവൻ ഇന്ന് നിന്നെ കിസ് ചെയ്തപ്പോൾ നിനക്ക് സുഖിച്ചില്ലേ? നിനക്ക് ചെറിയ സുഖം തോന്നിയില്ലേ? എൻ്റെ ഉള്ളിലൊരു പരവശം. തന്നെപ്പറ്റിയാണല്ലോ സംസാരം. സംഗതി കൊച്ചു വർത്താനം തന്നെ. അത് നേരാ.
അവൻ എൻ്റെ മോനാണെങ്കിലും ഒരാണ് ചുണ്ടി കിസ്സടിച്ചാൽ ഏതു പെണ്ണിനും കടി ഇളകും. അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് വേണ്ടിയാ ദൈവം മോനെ തന്നത്. നല്ല പരുവത്തിലുള്ള ചെക്കന്മാർ ചെയ്യണത് ഒരു സുഖം വേറെയാ മോളെ. അതും സ്വന്തം വീട്ടിലെ തന്നെ ആകുമ്പോൾ ഇരട്ടി സുഖമാവും. ഞാൻ എത്ര നാളായിട്ട് പറയണതാ നിന്നോട്. ഞാൻ തന്നെ കണ്ട ജമാലിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇക്ക 2 കൊല്ലത്തിൽ വല്ലപ്പോഴും വന്നിട്ട് എനിക്കൊന്നും ആകില്ലടി. ഇത് വീട്ടിലെ ആളാകുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് പേടിക്കണ്ട. വേറെ വല്ലവരുമാണേൽ അവർ നമ്മളെ മിസ്യൂസ് ചെയ്യും, ആളുകൾ അറിയും. നാണക്കേടല്ലേടി പെണ്ണെ നമുക്കും വീട്ടുകാർക്കും. എന്നാലും സുഹറ, അതൊക്കെ വല്ലോടത്തും നടക്കുമോ? നീ ദൈവദോഷം പറയല്ലേ. അപ്പോൾ ഞാൻ നടത്തുന്നത് പറഞ്ഞില്ലേ നിന്നോട്? നീ ഒന്ന് പോടി സുഹറ. നിനക്കും വേണ്ടേ സുമേ ഒരു സുഖം? നീ ഈ മതാലസ ശരീരവും വെച്ചിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? സുമേ, നിന്റെ ശരീരത്തിലെ വെളുപ്പും മണ്ണവും പിന്നെ നിന്റെ ഈ വയറും സംഗതികളും കണ്ടാൽ ഏതാണിനും കൊതി ഇളകും മോളെ. നാട്ടിലെ വല്ലവരെയും കൊണ്ട് ചെയ്യിച്ചാൽ പിന്നെ മാനം പോവും സുമേ. അപ്പോൾ സൗകര്യത്തിന് നല്ല ചെക്കന്മാരെ വീട്ടിൽ കിട്ടിയാൽ പിന്നെ വിടരുത്. ആരും അറിയാതെ എപ്പോൾ വേണമെങ്കിലും സുഖിക്കാം. നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാം. പിന്നെ നീ നിൻ്റെ ഇന്നിട്ടുടുപ്പ് എവിടെ ഇട്ടത്? അത് പുറത്തെ ബാത്റൂമിലാണ്. ഇവിടെ ഇട്ട അമ്മ എങ്ങാനും കണ്ടാലോ? എനിക്ക് പേടി. നീ എന്നെ രാത്രി വിളിക്ക് സുമേ. അല്ലെങ്കിൽ നീ ഞാൻ തന്ന കൊച്ചു പുസ്തകത്തിലെ കഥകൾ വായിക്ക്. അപ്പം നിനക്ക് അതിൽ നിന്നും ഐഡിയ കിട്ടും. അതിൽ കുറേ നല്ല ഇക്കിളി കഥകളുണ്ട്, കുറേ നല്ല എഴുത്തുകാരും ഉണ്ട്. അതിൽ ഫോട്ടോസ് എല്ലാം ഉണ്ടാകും. ഞാനത് കണ്ട് ഇടയ്ക്ക് ചില പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ സുഹറ ഇത്ത ചേച്ചിയുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ഞാൻ പെട്ടെന്ന് വാതിലിന് സമീപത്തു നിന്നും മാറി ഹാളിലേക്ക് പോയി. മനുടാ, ഞാൻ പോകണ്ടാ. ഇത്ത പർദ്ദക്കുള്ളിൽ ചന്തി ഇളക്കി പോകുന്നത് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കിസ് ചെയ്തപ്പോൾ ചേച്ചിക്ക് നനഞ്ഞെന്ന്. അത് കേട്ടിട്ട് എനിക്ക് തല പെരുകുന്ന പോലെ തോന്നി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ഞാൻ ഇനി ഇടുന്നത് നമ്മുടെ പ്രീമിയം ചാനലിലായിരിക്കും. ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അവിടെ വന്ന് എനിക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് പ്രീമിയം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണേ. അപ്പോൾ നമുക്ക് ഉടനെ വേറൊരു സ്റ്റോറിയായിട്ട് കാണാം. വിത്ത് ലവ്, അലീന.